രജനി ഏതായാലും ഈ ഇടവേളയ്ക്ക് മുമ്പ് ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ അതിന് മലയാള ഭാഷയിൽ വളരെ ലളിതമായി പറഞ്ഞാൽ ഈ വായ്ത്താളമുണ്ട്. വായ്ത്താളം പറയുന്നതല്ല കാര്യം. കൃത്യമായി ഭരണം എന്താണെന്നുള്ളത് ബോധ്യപ്പെട്ട 2 കാലഘട്ടങ്ങൾ. കഴിഞ്ഞ 10 വർഷക്കാലം എങ്ങനെയായിരുന്നു, അതിനുശേഷം എങ്ങനെയാണ്, ഒരു ഓണക്കാലം തന്നെ തെളിയിക്കുന്നു. എവിടെ ഹോർട്ടികോർപ്പ്, എവിടെ സഹകരണ ഓണച്ചന്തകൾ, എവിടെ കൺസ്യൂമർ ഫെഡ് ചന്തകൾ? ചോദ്യം വളരെ ലളിതമാണ്. ഉത്തരം പറയൂ. നോക്കൂ സിജു, സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഓണച്ചന്തകൾ തുടങ്ങിക്കഴിഞ്ഞു എല്ലായിടങ്ങളിലും. അത് നിങ്ങൾ കാണാതെ പോകുന്നത് നമ്മുടെ കുഴപ്പമല്ല. പിന്നെ ഈ സപ്ലൈകോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്രധാനമായി എടുത്തു പറഞ്ഞത്, കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒഴിഞ്ഞ ട്രാക്കുകൾ കണ്ടും ഒഴിഞ്ഞ ചാക്കുകൾ കണ്ടും പോയ കേരളത്തിലെ ജനങ്ങൾക്ക് സന്തുഷ്ടത്തോടുകൂടി ഓണം ആഘോഷിക്കുവാൻ രീതിയിലേക്ക് സപ്ലൈകോ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് മാത്രം ഞാൻ മാർക്ക് ചെയ്തു പോയത്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഓണച്ചന്തകൾ ഇപ്പോൾ പൂർണ്ണമായി എല്ലാ ബാങ്കുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെ ഏതാണ്ട് കഴിഞ്ഞ വട്ടം നടത്തിയ പോലെ തന്നെ അതിനേക്കാൾ മെച്ചമായി തന്നെ കേരളത്തിൽ നടന്നുകൊണ്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴെല്ലാം അതിനെ നിസ്സാരവൽക്കരിക്കരുത്. കാരണം സാധാരണപ്പെട്ട ആളുകളാണ് ഈ സപ്ലൈകോയിൽ പോകുന്നത്. അവർ നിങ്ങളെ നാളെ നോക്കി പുച്ഛിച്ചതോടെ നോക്കും എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. കാരണം ഒരുപാട് പേര് ആശ്രയിക്കുന്നുണ്ട്. ഈ ജോൺ ജോസ് പറഞ്ഞ പോലെ ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ ഒരെണ്ണോ അല്ലെങ്കിൽ ഒരു 3-4 മുനിസിപ്പാലിറ്റി ചേരുമ്പോഴോ 3-4 പഞ്ചായത്ത് ചേരുമ്പോഴോ ഒന്നും അല്ല അല്ല ഈ ഇവിടെ സപ്ലൈകോ അല്ല രജിൻ എനിക്കും രജിന് സിജുവിനും എന്നോടടക്കമാണ് പറഞ്ഞത്. ആരാണ് സാർ എന്താണ് അങ്ങനെ ആരാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിസ്സാരവൽക്കരിച്ചെന്നുള്ള ചോദ്യമുണ്ട്. ആരാണ് സപ്ലൈകോകളെ നിസ്സാരവൽക്കരിച്ച്? ആരാണ് സപ്ലൈകോ വഴി ആരും വാങ്ങണ്ടാന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്? അല്ല ഈ ഇന്ന് നേരത്തെ ഇന്ന് ഇന്ന് ഒഴിഞ്ഞു ഈ കിടന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ ഒക്കെ ഗവൺമെന്റിനെതിരെ 10 വർഷം മുമ്പുള്ള കഥകളാണ്. 10 വർഷം ഓണവുമായി മുമ്പുള്ള ബന്ധപ്പെട്ട് ചിത്രങ്ങളാണ് രജിൻ കണ്ടതാണ് പറഞ്ഞു നമ്മളതൊക്കെ. പൂർത്തീകരിക്കട്ടെ സിജുവെ, പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. പറഞ്ഞോ. അല്ല, 10 ദിവസം മുമ്പല്ല, ഇന്ന് വേണമെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ പറയുന്ന ഈ പാനലിസ്റ്റായിട്ട് ഇരിക്കുന്ന ആരെ വേണമെങ്കിലും അവർ വിളിക്കുന്നിടത്ത് ആ സപ്ലൈകോയിൽ പോയി ഞാനും കൂടെ ചെല്ലാം. അവിടെ ഒഴിഞ്ഞ ട്രാക്കുകൾ കാണിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന വിലയെക്കാട്ടിൽ കൂടുതൽ വില ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റുമോ? അവിടെയുള്ള ജനങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കുന്നത് കാണിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ആളുകളെ ഞാൻ കൂടെ വരാമെന്നേ, ഞാൻ വെല്ലുവിളിക്കുകയാണെന്നേ. നിങ്ങളുടെ ചാനൽ ഫോണിൽ അല്ല നിന്നോടാണ് അതല്ല അപ്പോൾ രജിൻ, അങ്ങനെയാണ് ഇവിടെ അതായത് നിങ്ങൾ കേരളത്തിൽ മലയാളികൾക്ക് ഓണം ആഘോഷിക്കാൻ എന്നുള്ളതിന് തെളിവായിട്ടാണ് ഇതെല്ലാം അല്ല നിൽക്കുന്നത്. രജിൻ, കേരളത്തിൽ മലയാളികൾക്ക് വിലക്കയറ്റമില്ലാത്ത ഓണം ആഘോഷിക്കാൻ നാടുകൾ തോറും ഓരോ മുക്കിലും മൂലയിലും വരെ ഈ ചന്തകൾ സൃഷ്ടിച്ചത് ഞങ്ങൾ കണ്ടതാണ് കഴിഞ്ഞ 10 വർഷക്കാലം. നിങ്ങൾ ഇവിടെ നേരത്തെ ജോർജ് ജോസഫ് ചോദിച്ച പോലെ എവിടെയാണ് ഹോർട്ടികോർപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോഴുണ്ടോ? കഴിഞ്ഞ 10 വർഷക്കാലം ഇല്ലായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഒഴിഞ്ഞ ട്രാക്കും ഒഴിഞ്ഞ ചാക്കുകളുമായിരുന്നു സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് കണ്ടത്. ജനങ്ങൾ പരാതി പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഏതെങ്കിലും അതായത് രജിൻ പറഞ്ഞ ഒരു ചോദ്യം സിയാൽകുമാർ, അതായത് സമയപരിമിതി മെസ്സിയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. പറഞ്ഞു. താങ്കളുടെ ഭാഗം കഴിഞ്ഞു സിയാൽകുമാർ. ആ ചോദ്യം രജിൻ ചോദിച്ചത് വെല്ലുവിളിക്കാണ്. ആരാണ് ഈ സപ്ലൈകോ നിസ്സാരവൽക്കരിച്ചത്? അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. വരൂ സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വളരെ ചുരുക്കി മറുപടി പറഞ്ഞു നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അല്ല, ബഹുമാനപ്പെട്ട GR അനിലിനോട് എന്തിനാണ് മാപ്പ് പറഞ്ഞത് നിയമസഭയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി? അപ്പൊ അന്ന് നടന്ന എന്താന്നുള്ളത് അതേ VD സതീശന്റെ വാക്കുകളിൽ തന്നെ പറവൂർ അന്ന് പ്രസംഗിച്ചുണ്ട്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ബെഞ്ച് മാർക്കിനൊപ്പം വരുമോ? ഇതാണ് ചോദ്യം. നമുക്ക് കച്ചവടത്തിന്റെ നിലവാരം എടുക്കാം. LDF സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ കൊല്ലം സപ്ലൈകോയിൽ കച്ചവടം എത്ര, ഇത്തവണത്തെ കച്ചവടം എത്ര രൂപ സബ്സിഡിക്ക് ചെലവായി? അതിലെ കണക്കെടുക്കണ്ടേ? ഇതിന് കണക്കുണ്ടല്ലോ. ഇതെല്ലാം അളന്ന് കളയുന്ന കാര്യമല്ലേ, അളക്കണ്ടേ? അങ്ങനെ കണക്കെടുക്കുമ്പോൾ എത്ര സഹകരണ ചന്തകളുണ്ട് എന്ന ചോദ്യം ഒറ്റ എണ്ണം പറഞ്ഞാൽ മതി. കേരളത്തിൽ എത്ര സഹകരണ മേഖല, എത്ര ഓണച്ചന്തയുണ്ട്? ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. ഉണ്ടെ പറഞ്ഞോളൂ. കൺസ്യൂമർ ഫെഡ് എത്ര എണ്ണം നടത്തുന്നു? അതായത് പറഞ്ഞാൽ മതി. ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം രജനീസ് ഉണ്ണിത്താനും പറയാനും കഴിയില്ല. കാരണം അങ്ങനെ ആ കണക്കുകൾ പോലും പറയാൻ കഴിയാത്ത തരത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര കാരണം എന്താണ്? ഓണവിപണിയിൽ എത്ര? അതിന് കാരണം എന്താണ്? എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി ആയിരുന്ന കാലത്ത് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറയുന്ന ഇതാണ്. എത്ര എണ്ണം വേണം? എണ്ണിത്തരാം താങ്കൾക്ക്. താങ്കൾക്ക് എത്ര എണ്ണം വേണം? താങ്കൾ ജസ്റ്റ് പത്രം വായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന ഒരെണ്ണം പറയൂ. ഞാൻ പത്രമൊക്കെ വായിക്കാം. ഒരെണ്ണം പറയൂ. എല്ലാ ജില്ലയിലും എവിടാന്ന് പറയൂ. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് വേണോ? കൊല്ലവുമായി ബന്ധപ്പെട്ട് വേണോ? ആലപ്പുഴയുമായി ബന്ധപ്പെട്ട് വേണോ?
എവിടെയാണ് ഇല്ലാത്തത്? അത് താങ്കൾ നിങ്ങൾ പറയൂ. എത്ര എവിടെയാണ് എണ്ണം ഉണ്ട് കേരളത്തിൽ? സഹകരണ ഇതാണ് മേഖലയുമായി ബന്ധപ്പെട്ട ഇതാണ് ഇല്ലാത്തത് ഞങ്ങൾ എവിടെയാണ്? മനസ്സിലാക്കേണ്ടത്. രജിൻ ഏതായാലും ഈ പിണറായി ചെയ്തിരുന്ന കാര്യം യെസ് കേരള യെസ് യെസ് സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ് ശ്രീ അല്ല അൽകുമാർ. അല്ല ഷിജു, രജിൻ അൽകുമാർ ഷിജു, പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഒരു അരമിനിറ്റ് എത്ര Yes, എണ്ണം yes. ഉണ്ടെന്ന് പറഞ്ഞുതരാം. ശ്രീ രജിൻ അല്ല ഒരു അര ജോർജ് മിനിറ്റ്. ജോസഫിന് എന്തോ പറയാനുണ്ട്. അദ്ദേഹം ഒരു 1/2 മിനിറ്റ് പറഞ്ഞു ശ്രീ ജോർജ് ജോസഫ്. ഒരു അരമിനിറ്റ്. അതായത് ഒന്നുമല്ല, ഞാൻ ഒറ്റ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ സിജുവിനറിയാം, ഒരു ഓണസദ്യക്ക് കഴിഞ്ഞ വർഷം 220 250 താഴെ റേഞ്ചിലായിരുന്നെങ്കിൽ ഇന്ന് ആ ഓണസദ്യ കിട്ടണമെങ്കിൽ 300 350 രൂപയിലേക്ക് വരികയാണ്. 1 ലിറ്റർ പായസം കഴിഞ്ഞ തവണ 220 200 മുതൽ 220 240 വരെ ഉണ്ടായിരുന്നു. ഇന്ന് 350 രൂപയ്ക്ക് അടുത്താണ് 1 ലിറ്റർ പായസം കിട്ടുന്നത്. കായ ഉപ്പേരി എടുക്കുക, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 280 260 റേഞ്ചിലാണെങ്കിൽ 340 360 രൂപയിലേക്ക് പോയിരിക്കുകയാണ്. ഇത് തന്നെയല്ലേ വിലക്കയറ്റത്തിന്റെ തോത് കാണിക്കുന്നത്? യെസ് യെസ് അപ്പോൾ വളരെ ഈ യെസ് യെസ് ഓണക്കാലത്ത് ഇത്തരത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ടും അതാണ് പ്രശ്നം.